ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാക്രോണി റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് മാക്രോണി വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയം അതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 കപ്പ് മാക്രോണിയാണ് എടുത്തിരിക്കുന്നത്. മാക്രോണി 95% വെന്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു മസാല വേണം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലെ ഉള്ളി ഇട്ട് കൊടുക്കുക. അത് ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുക. അത് രണ്ടും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുറച്ച് വലുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മഷ്റൂം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കമോ ബ്രക്കോളിയോ അങ്ങനെ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. മഷ്റൂം ഇട്ടതിന് ശേഷം എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലവണ്ണം വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി. ഫില്ലിങ് റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അടുത്തത് വൈറ്റ് സോസ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അത് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് 2.25 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുക. അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. മൈദയുടെ പച്ച ചുവ മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം മൈദയുടെ പച്ച ചുവ മാറിയതിന് ശേഷം ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ച് നല്ല കട്ടയില്ലാതെ നല്ല ക്രീമി രൂപത്തിലാക്കിയെടുക്കുക. ഇതുപോലെ ക്രീമി രൂപത്തിലാക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. അത് ഇളക്കിയതിന് ശേഷം മാക്രോണി വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വരെ ഇങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.